വൃദ്ധസദനത്തിന്റെ മറവിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പാർപ്പിക്കുകയും അവരെ ബാലവേലയ്ക്ക് നിർബന്ധിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ ഓമല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്നേഹത്തണൽ വൃദ്ധസദനത്തിനെതിരെ നിയമ നടപടികൾ കർശനമാക്കി പോലീസ്. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിലെ മാനേജരും ജീവനക്കാരും ചേർന്ന് കുട്ടികളെ പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുയരുന്നത്. പത്തനംതിട്ട ഓമല്ലൂരിലെ സ്നേഹത്തണൽ വൃദ്ധസദനത്തിന്റെ മറവിൽ നടന്ന ഞെട്ടിക്കുന്ന ബാലപീഡനങ്ങളും ക്രൂരതകളും കേരളീയ സമൂഹത്തെയാകെ നടുക്കുന്ന വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ 17 വയസ്സുകാരൻ ചൈൽഡ് ലൈനിന് നൽകിയ പരാതിയിലൂടെ പുറത്തു വന്ന വിവരങ്ങൾ ഏതൊരാളെയും അമ്പരപ്പിക്കുന്നതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ ഈ കുട്ടിയെ തുടർ പഠനവും ജോലിയും വാഗ്ദാനം ചെയ്ത് പ്രലോഭിപ്പിച്ച് സ്ഥാപനത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ സന്നദ്ധ പ്രവർത്തകർ എന്ന വ്യാജേന എത്തിയവർ കുട്ടിയെ കൊണ്ട് കഠിനമായ ശാരീരിക അധ്വാനമാണ് ചെയ്യിപ്പിച്ചിരുന്നത്. മണൽ ചുമക്കൽ അടക്കമുള്ള കഠിനമായ പുറം പണികൾ ചെയ്യാൻ വിസമ്മതിപ്പിച്ചപ്പോഴും ചെറിയ വീഴ്ചകൾ വരുത്തിയപ്പോഴും സ്ഥാപന മാനേജർ റെജി, ജീവനക്കാരനായ സിജോ ബെന്നി എന്നിവർ ചേർന്ന് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പതിവ്. മോഷണക്കുറ്റം ആരോപിച്ച് കുട്ടിയുടെ തല കട്ടിലിൽ ഇടിപ്പിച്ചും ശാരീരികമായി മർദ്ദിച്ചും അതിഭീകരമായ പീഡനമാണ് ഇവർ അഴിച്ചുവിട്ടത്. അന്വേഷണം പുരോഗമിക്കവേ സമാനമായ രീതിയിൽ കോട്ടയം സ്വദേശിയായ മറ്റൊരു 17-കാരനും ഇവിടെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നത് സംഭവത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. കുട്ടികളുടെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ പാടുകൾ വ്യക്തമായിരുന്നു എന്നത് ഇവരുടെ ക്രൂരതയുടെ ആഴം വെളിപ്പെടുത്തുന്നു. പഴകിയതും ദുർഗന്ധം വമിക്കുന്നതുമായ ഭക്ഷണമായിരുന്നു കുട്ടികൾക്ക് നൽകിയിരുന്നത്. മാത്രമല്ല, ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പെപ്പർ സ്പ്രേ ഉപയോഗിക്കാൻ വരെ പ്രതികൾ മടിച്ചില്ല. മാനസികമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളോട് പോലും അതിക്രൂരമായ പെരുമാറ്റമാണ് സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇലവന്തിട്ട പോലീസ് ജുവനൈൽ ആക്ട്, ശാരീരിക ഉപദ്രവം, തെറ്റായ രീതിയിൽ തടഞ്ഞുവെക്കൽ, ബാലവേല ചെയ്യിപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലായിരുന്നുവെന്നും വൃദ്ധർക്കൊപ്പം കുട്ടികളെ ഒരേ കെട്ടിടത്തിൽ താമസിപ്പിച്ചത് നിയമവിരുദ്ധമാണെന്നും ഓമല്ലൂർ പഞ്ചായത്ത് അധികൃതർ സ്ഥിരീകരിച്ചതോടെ നിയമലംഘനത്തിന്റെ വ്യാപ്തി വ്യക്തമായി. ഇതിനോടകം തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ട് കുട്ടികളെ സുരക്ഷിതമായ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിയും വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ പ്രവർത്തനം മാത്രമല്ല, വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിന്റെ ഉടമയായ പാസ്റ്റർ ബിനുവിനെതിരെയും കേസെടുക്കാൻ പോലീസ് ആലോചിക്കുന്നു. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ തുടങ്ങുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് കുട്ടികളെ പീഡിപ്പിക്കുന്നതും ബാലവേലയ്ക്ക് നിർബന്ധിക്കുന്നതും അങ്ങേയറ്റം അപലപനീയമാണ്. ഈ സംഭവത്തോടെ സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളുടെയും അനാഥാലയങ്ങളുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് കർശനമായ പരിശോധനകൾ നടത്താൻ സർക്കാർ നിർബന്ധിതരായിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനത്തിൽ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ വച്ചുപുലർത്തുന്നത്.